മോളുവിൻ്റെ ഹസ്ബൻഡ് അരീക്കോട് വഴി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി കയറി കുത്തിർക്കും കേട്ടോ. അങ്ങനെ എത്തിയതാണ് ഇന്നും ഒരു 4 മണി 4:30 ആ സമയത്തായിട്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളും പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതും സ്കൂൾ വിട്ട് വന്ന പാടെ ഓൾ ഏറെ ഓടിപ്പോണത് എങ്ങോട്ട് വെച്ചാൽ ഐറൂസിൻ്റെ അടുത്ത് കേട്ടോ. അവിടെ നിന്നപ്പോൾ ഐറൂസ് നല്ല ഉറക്കം വന്നപ്പോഴേ ഉറക്കമായിരുന്നു. പക്ഷേ ഉണർത്താൻ സമ്മതിച്ചില്ല. കാരണം ഉണരാതെ ഓനെന്നെ ഉറങ്ങി തേഞ്ഞ് ഉണർന്നാൽ ഉണർന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ശീലക്കെട്ടുണ്ട്, കരച്ചിൽ പിച്ചിൽ എല്ലാ മക്കളെയും പോലെ തന്നെ ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ ഞാൻ ഉണർത്താൻ സമ്മതിച്ചില്ല, ഉണരട്ടെ എന്ന് പറയും. നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വേഗം ചായ ഉണ്ടാക്കുക, ചായക്ക് എന്തെങ്കിലും കടി കൊണ്ടുവരുന്നത്. കാരണം ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വീട്ടിലിങ്ങനെ കൊണ്ടേ വെക്കൂല. ചിപ്സോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ഞാൻ തന്നെ കഴിക്കും. മക്കളൊന്നും ഇല്ലെങ്കിലും ഞാൻ വെറുതെ എടുത്ത് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും കൊണ്ടേ വെക്കാറില്ല. തൽക്കാലം ഉള്ളു ഇന്നലെ ഇതുമ്പോൾ ചായക്ക് കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു നെയ്വട പോലൊരു സാധനം കേട്ടോ. അത് നല്ല കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റ്. ഞാൻ അതിൽ നിന്ന് ചെറിയൊരു പീസ് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടോ. അപ്പോൾ ഞാൻ മോളൂനോട് പറഞ്ഞു അത് നല്ല ടേസ്റ്റാണ് മോളൂ, അത് കൊണ്ടുവച്ച് നമുക്ക് കഴിച്ചാലോ എന്ന്. അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ച് കഴിക്കുന്നത് ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഐറൂസിനുള്ളത് അവിടുത്തെ എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടു. എന്തായാലും കടി ആദ്യമേ തീർന്നു, ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ തീർന്നു. പക്ഷേ നമുക്ക് ചായ കുടിക്കണ്ടേ. അപ്പോൾ ഞാൻ പിന്നെ കിച്ചണിക്ക് വന്നപ്പോഴേക്കും ഐറൂസ് എഴുന്നേറ്റ് ഇതാ വന്നിട്ടുണ്ട്. അവനും വേണത്ര ചായ. പിന്നെ ഞാൻ വേഗം എല്ലാവർക്കുള്ള ഉണ്ടാക്കി. പിന്നെ എനിക്കും എപ്പോൾ കിട്ടിയാലും ചായ ആണെങ്കിൽ ഞാൻ കുടിക്കും. അതുകൊണ്ട് അത്യാവശ്യം എനിക്കുള്ളതും കൂടി നോക്കി തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. മോളൂനോളെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഓളിങ്ങനെ നല്ല അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് സുന്ദരികുട്ടിയായി വന്നിട്ടുള്ളത്. അപ്പോൾ ഒക്കെ വലിയ വിശപ്പൊന്നുമില്ല, ബിരിയാണിയൊക്കെ കഴിച്ച് വരികയാണ്. അപ്പോൾ ഒന്ന് വേണ്ട അമ്മച്ചിന് ചായ മതി, അമ്മച്ചിൻ്റെ ചായ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓളത് കുടിക്കുന്നുണ്ട്. പിന്നെ ഐറൂസിനുള്ള ചായ കൊടുത്തപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ ആ നെയ്വട എടുത്തിട്ട് അതിലേക്ക് ഇടുക, അതിൽ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് ഇടുക, ഇപ്പുറത്തേക്ക് ഇടുക. ഇങ്ങനെയുള്ള ഓരോരോ കലാപരിപാടികളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നീനുട്ടി വീഡിയോ കോൾ ചെയ്ത്. ഓക്ക് ഇപ്പോൾ ഡ്യൂട്ടി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ ആ സമയത്ത് ഓൾ വിളിച്ച് ഐറൂസിനെയൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചിട്ടാണ് പിന്നെ ഓൾ വെച്ചത് കേട്ടോ. പിന്നെ ഒരു 6 മണി 6:30 ആയ ആ സമയത്താണ് മോളൂൻ്റെ ഹസ്ബൻഡ് വന്നത് അവളെ കൂട്ടി കൊണ്ടുപോകാനായിട്ട്. അപ്പം ഇനി ഓൾ പോവുകയാണ്. ഇന്ന് എനിക്ക് കുറച്ച് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് വന്നതുകൊണ്ട് ഞാനിങ്ങനെ എന്നാൽ ഇന്ന് വൈകുന്നേരം പോകണ്ട പിന്നെ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഓൾ ഒരു 6 മണിക്കേ പോയപ്പോൾ ഞാൻ കരുതി ഒന്ന് പുറത്ത് പോകാമെന്ന്. ഞാനും ഇതും കൂടി പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, സ്കൂളത്തെ ഓരോ സംഭവങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് ഓൾ ആദ്യം ഈ PG ബുക്സ് കേട്ടോ വന്നത്. ഓക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രോൾ കിട്ടില്ല കേട്ടോ. കാണുന്ന സാധനങ്ങളൊക്കെ മുഴുവൻ ഒക്കെ ആവശ്യമുള്ളതേ കാരണം. അപ്പോൾ ഏതായാലും ഞാൻ അത്യാവശ്യമുള്ള കാര്യം നമ്മളിപ്പോൾ എന്തിനാണ് വന്നത് ആ സംഗതി മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഓളം അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഓക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും ഞങ്ങൾ അതൊക്കെ വാങ്ങി ഒരു 8-8:30 വീട്ടിലെത്തിയപ്പോൾ വാങ്ങിയ സാധനം വെച്ച് സ്കൂൾക്ക് എന്തൊക്കെയോ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും.